ഷക്ലീന, നിന്നെ കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷം. നിനക്ക് നിന്റെ ഏട്ടനെ ഇപ്പോഴാണോ ഓർമ്മ വന്നത്? ജെനിയെയും ജോഡിയെയും നീ ഇങ്ങോട്ട് അയച്ചിട്ടേ ഇല്ലല്ലോ. ജെനിയും ജോഡിയും എത്തിക്കഴിഞ്ഞു. ഷേടാ, ഇവരുടെ കളി അല്പം കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാ ഇവരെവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാത്തത്. കുറച്ചു ദിവസമായി നിങ്ങളെ കാണുന്നെന്ന് ഇവര് പറഞ്ഞോണ്ടിരിക്കയാണ്. അതുകൊണ്ടാ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്. എനിക്ക് വിശക്കുന്നു. ചൂടായ ആഹാരം ഇതാ എത്തിക്കഴിഞ്ഞു. ഞാനിന്ന് സ്പെഷ്യൽ ആയിട്ട് പല ഡിഷസ് ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കഴിക്കും കഴിക്കും കഴിച്ചോണ്ടിരിക്കും. എന്റെ ഈ ഡിഷസ് എല്ലാം രുചിയുള്ളതാണ്. നിക്കവിടെ നിക്കാൻ. നിക്കാനല്ലേ പറഞ്ഞ. ഷാക്കാൽ, ഇതിനൊന്ന് തടഞ്ഞു നിർത്തി എന്നെ ഒന്ന് രക്ഷിക്കേ. കണ്ടില്ലേ എന്റെ കുട്ടികൾ എത്ര സൂപ്പറായിട്ട് മാജിക് ചെയ്യുന്നത്. രുദ്രയ്ക്ക് മുൻപിൽ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവന്റെ മുൻപിൽ ചെന്ന് ഇവർക്ക് നിൽക്കാൻ പോലും പറ്റില്ല. ഒന്നും ചെയ്യാൻ പറ്റില്ല. സൺ സിറ്റിയുടെ രാജാവ് ജയ്സിംഗ് ചൗഹാന്റെ പേരക്കുട്ടിയാണ് രുദ്ര. അവന്റെ മുൻപിൽ മഹാന്മാരായ മജീഷ്യൻസ് പോലും തോറ്റു പിൻവാങ്ങിയിട്ടുണ്ട്. ഞങ്ങളെ ജയിക്കാൻ രുദ്രയ്ക്ക് ഒരിക്കലും കഴിയില്ല. വരൂ ജെനി, നമുക്ക് അവനൊന്ന് കണ്ടേക്കാം. രണ്ടിലൊന്നെന്ന് അറിയണമല്ലോ. അതെ കുട്ടികളെ, ചെല്ല്. ഇത് നിങ്ങളുടെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. ജെനി, ജോഡി, വളരെ സൂക്ഷിക്കണം കേട്ടോ. രുദ്ര വളരെ ബ്രില്യന്റ് ആയ മജീഷ്യനാണ്. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. ഒന്നും കൊണ്ട് വിഷമിക്കണ്ട. ഞങ്ങൾ അവനെ ഒരു ജോക്കറായിട്ട് മാറ്റും. അത് അവൻ ഒരിക്കലും മറക്കില്ല. ജോഡി, വരെ പോവാം. എന്റെ അമ്മ. ജോഡി, ഇതല്ലേ രുദ്രയുടെ സൺസിറ്റി? ഇപ്പൊ നമുക്ക് ഈ സൺസിറ്റിയുടെ മൊത്ത സന്തോഷവും നശിപ്പിക്കാം. നമുക്ക് തുടങ്ങാം. എന്താ ഇതൊക്കെ? ഭൂതം, ഭൂതം. ഈ ടോമിക്ക് പെട്ടെന്ന് എന്താ പറ്റിയത്? ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വണ്ടി എന്താ അങ്ങനെ കിടന്ന് കറങ്ങുന്നത്? എന്റെ കാറൊരു പാവാണ്. അതെന്താ അങ്ങനെ പറക്കുന്നേ? ഒന്ന് നിർത്ത. ഇതൊക്കെ കാണാൻ നല്ല രസമാണ് ജോഡി. ഹലോ ഹലോ രുദ്ര, ഒന്ന് വേഗം വാ. എന്റെ കാറിന് ഇടിക്കാൻ വരിക. എന്റെ കാറ് ഡാൻസർ കാറായി മാറിപ്പോയി. വേഗം ഒന്ന് വന്ന് രക്ഷിക്കേ. ഇതിലും കൂടുതൽ വേഗത്തിൽ എനിക്ക് ഓടാൻ പറ്റില്ല. നിങ്ങൾ രണ്ടുപേരും ആരാ? ഓഹോ, അവന്റെ ദേഷ്യം കണ്ടില്ലേ? അപ്പൊ നീ ആയിരിക്കും രുദ്ര. അതെ, ഇവനാണ് രുദ്ര. ഞങ്ങൾ രണ്ടുപേരും ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഞാൻ മൈര, ഇവൻ വരുൺ. ഞാനാണ് ജെനി, ഇവൻ എന്റെ അനിയൻ ജോഡി. പിന്നെ ഷാക്കാൽ ഞങ്ങളുടെ അങ്കിളാണ്. നൈസ് ടു മീറ്റ് യു. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ബെസ്റ്റ് വിഷസും പിന്നെ ഒരുപാട് സ്വീറ്റ്സും കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് സ്വീറ്റ്സോ?
എവിടെയാ സ്വീറ്റ്സ്? അത് എന്ത് സ്വീറ്റ്സാ? അത് ഗുലാബ് ജാമുൻ ആണോ അല്ലെങ്കിൽ കാജു കത്ലിയാണോ? സ്വീറ്റ് എന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ വായിൽ കപ്പലോടുന്നത് കണ്ടില്ലേ? ഇപ്പൊ കണ്ടു ജോഡി. ലെറ്റ്സ് സ്റ്റാർട്ട്. സ്നീഡി സ്പീഡി സ്നാക്കി ചൂ. സ്വീറ്റുകളെല്ലാം പെട്ടെന്ന് വരട്ടെ. എന്റെ സ്വീറ്റ്സ് ഒക്കെ പോകുന്നേ. ആരോ കൊണ്ടുപോകുന്നേ. ഒന്ന് പിടിക്കണേ. കഴിച്ചോ കഴിച്ചോ, ഒരുപാട് കഴിച്ചോ. ഇതുവരെ നീ കഴിച്ചത് ഗുലാബ് ജാമുനും ചംചമുമാണ്. പേട പിന്നെ കാജു കത്ലി ഇതാ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആരായാലും ശരി, വേഗം ഈ മാജിക് നടത്ത്, അല്ലെങ്കിൽ പ്രശ്നമാവും. രുദ്ര, ഈ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകെയില്ലെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കണം. ജന്തർ മന്തർ ജാദു കതന്തർ ചൂ. സോറി രുദ്ര. ഇതാണ് നിങ്ങളുടെ മാജിക്. ഈ ഫീൽഡിൽ നിങ്ങൾ എന്തായാലും വളരെ ജൂനിയർ ആണ്. ഞങ്ങളുടെ മാജിക്കിന് മുമ്പിൽ നിങ്ങൾ കൊച്ചു കുട്ടികളാണ്. രുദ്രയുടെ പ്രായത്തിനെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. ഓടരുത് ഓടരുത്, നിക്കെവിടെ? ഇപ്പൊ എങ്ങോട്ടാ ഓടുന്നേ? പേടിച്ചു പോയോ? ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഒന്നിനും വിട്ടേക്കില്ല. രുദ്ര, എന്നെ കൊണ്ടുപോ. എനിക്ക് ഇതിലും വേഗത്തിൽ ഓടാൻ പറ്റില്ല. എനിക്ക് പറക്കാൻ അറിയില്ല. ഇതിലും വേഗത്തിൽ എനിക്ക് ഓടാൻ പറ്റില്ല. എവിടെയാടാ പോയി പതുങ്ങിയിരിക്കുന്നേ? ഇങ്ങോട്ട് പുറത്ത് വാടാ. നിങ്ങൾ രണ്ടാളെ മത്തങ്ങക്കകത്തിരുത്തി വീട്ടിലേക്ക് പറഞ്ഞയക്കും. മത്തങ്ങയെല്ലാം ഉരുണ്ടോടട്ടെ. ഇതിപ്പോ വല്ലാത്ത പ്രശ്നമായല്ലോ. ഇന്നത്തെ ദിവസം ശരിയല്ലെന്നാ തോന്നുന്നേ. ഓടിക്കോ, രക്ഷിക്കണേ. ഹലോ രുദ്ര, നിനക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കുമെങ്കിൽ തടഞ്ഞു നിർത്ത. മൈര, വരുൺ, സ്പീഡ് കൂട്ട്, വേഗം. ഓടിക്കോ ഓടിക്കോ, തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. ഏതുപോലെ തന്നെ ഓടിക്കോ. നിന്നെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, പക്ഷെ നിനക്ക് ഒരു ചുമരി പോലും തകർക്കാനാവുന്നില്ലല്ലോ. വാട്ട് എ ലൂസർ. പേരൊക്കെ വലിയ പേരാ, പക്ഷെ ആള് ചെറുതും. നമ്മൾ തുടങ്ങിയ കളി ഇപ്പൊ നമ്മുടെ പുറകെ തന്നെ ഉണ്ടല്ലോ. നിങ്ങളുടെ കളി ഇതോടെ അവസാനിച്ചു അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ രുദ്ര അതിഭയങ്കരനായ ഒരു മജീഷ്യൻ ആണെന്ന്. അങ്കിൾ, അവൻ ഞങ്ങളെ രഹസ്യമായി മത്തങ്ങയുടെ അകത്താക്കി പറഞ്ഞേച്ചു അല്ലേ ജോഡി? അതെ, അവനൊരു ഫ്രോഡാണ്. ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ നേരിട്ട് അറ്റാക്ക് ചെയ്യില്ലായിരുന്നോ? പ്രശ്നമൊന്നുമില്ല കുട്ടികളെ. ഈ പ്രാവശ്യം നിങ്ങൾ രണ്ടുപേർക്കും ഞാനൊരു പുതിയ മാജിക് പഠിപ്പിച്ചുതരാം. നമുക്കൊരു കൈ നോക്കാം. നിങ്ങൾ പറഞ്ഞ ആ രുദ്ര എന്റെ കുട്ടികളെ എങ്ങനെ തോൽപ്പിക്കുന്നു നോക്കാം. അതെ,
ഈ പ്രാവശ്യം ഞങ്ങൾ അവരെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി അവരെ കളിപ്പിക്കാം. അതെ ജെനി, ഞങ്ങളിപ്പോ എന്താ ചെയ്യേണ്ടത് പറഞ്ഞു തരൂ. ജെനി, ജോഡി, സൂക്ഷിക്കണം. രുദ്രയെ പിടിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരുപക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെതിരെ തിരിയാതെ സൂക്ഷിക്കണം. ഞാൻ പറയുന്നത് കേൾക്ക് ഷക്കാൽ. രുദ്രയെ പിടിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും, പക്ഷെ ഇമ്പോസിബിൾ അല്ല. നീ വേണമെങ്കിൽ നോക്കിക്കോ. ഞാൻ എന്റെ കുട്ടികൾക്ക് അത്ര നല്ല മാജിക് ആയിരിക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾ മാത്രമല്ല, രുദ്ര പോലും അത് എപ്പോഴും ഓർമ്മിക്കും.